നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അമൃതയ്ക്ക് നല്ല നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സൈക്കിളില്ലല്ലേ? അങ്ങനെ മൊത്തം വൃദ്ധസാധനത്തിലായിരുന്നു. ഇങ്ങനെ 2 തണ്ടും തടിയുള്ള മക്കളുണ്ടായിരുന്നിട്ടും ആ അപ്പൻ ഈ ഗതി വന്നല്ലോ എന്നാണ് നാട്ടുകാർ ചിന്തിക്കാൻ തുടങ്ങിയത്. അച്ഛനെ അനാഥാശ്രമത്തിൽ കൊണ്ടുപോയി തള്ളി എന്നൊക്കെ ഉള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. ബന്ധങ്ങൾക്ക് എന്ത് വില? ഒരു വിലയില്ല. കൊണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹേർട്ടായി. ഇത്രയും വലിയ കാര്യങ്ങൾ ഒരു ഫാമിലിയെ പറ്റി പറയുമ്പോ 2-4 വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യേണ്ടത്. കൂടുതലൊന്നും പറയണ്ട. ഞങ്ങളുടെ അച്ഛൻ വളരെ സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള പല കമ്മ്യൂണുകളിലും പല ഓർഗനൈസേഷനുകളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആളാണ്. ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഈ ചർച്ചയിൽ പറയുന്ന മിത്രകുലം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിന്റെ ഒരു ട്രസ്റ്റി കൂടെയാണ് ഞങ്ങളുടെ അച്ഛൻ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ മിത്രകുലത്തില് ഞാനും അഭിരാമിയും ഞങ്ങളുടെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ പലതവണ അവിടെ പോയിട്ടുണ്ട്. ഒന്നും തോന്നരുത്, പിടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അനിൽ സാറ് അങ്കിള് ആ ഒരു ചർച്ചയിൽ പറഞ്ഞത് സുരേഷ് സാറ് അടക്കമുള്ള ഒരുപാട് ആളുകള് നമ്മളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇന്നലെ ഈ അനിലങ്കിള് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഫുൾ കാര്യം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്നതാണല്ലോ നല്ലത്. ഇത് ഒരു അനാഥാലയമല്ല. ഇവിടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള ഇടമല്ല. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു? കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. പോയി പിന്നെ അവിടുത്തെ രീതികൾ ഇഷ്ടപ്പെട്ടപ്പോ അച്ഛൻ അതിന്റെ ഒരു ട്രസ്റ്റിയായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമുക്കറിയില്ലല്ലേ. ഇതൊക്കെ ക്ലിയർ ആയി ആ അങ്കിള് തന്നെ ഒരു ക്ലാരിറ്റി എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. മരിച്ചുപോയ ഒരാൾക്കും കൂടെ സമാധാനം കൊടുക്കില്ല എന്നുള്ളൊരു ഇന്റൻഷനിൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നത് അത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു നിമിഷ നേരത്തെ കൈപ്പഴ. അങ്ങനെ ചായഞ്ഞ മരമാണ് ഓടിക്കയറാൻ. എല്ലാ കാര്യങ്ങളിലും എല്ലാവരും അങ്ങനെ എടുക്കണം എന്നില്ല. ഒരു അബദ്ധം പറ്റിപ്പോയി. ആൻഡ് ഇനിയിപ്പോ ഇത് കാരണം അഹങ്കാരികളാണെന്ന് നിങ്ങൾ പറയുകയാണെന്ന് വെച്ചാലും നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊരു സംഭവം കേട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ പെയിൻ മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ അച്ഛനും അമ്മേനെ ഞങ്ങൾ പൊന്നുപോലെയാണ് അന്നും നോക്കിയിട്ടുള്ളത്, ഇന്നും നോക്കുന്നത്. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മേനെ എങ്ങനെ നോക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. നിർത്തിക്കോണം, ഇന്നത്തെ കൊണ്ട് എല്ലാം നിർത്തിക്കോണം. ഇതിന്റെ സത്യാവസ്ഥ കേട്ടപ്പോ സത്യം പറഞ്ഞ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ചുമ്മാ എല്ലാരും കൂടെ അമൃതയെ തെറി വിളിച്ച ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. കാണിക്കുന്നുണ്ട്, അതിൽ വേണ്ട തെണ്ടി.